ഹായ് ഹലോ കൂട്ടുകാരെ, തുമ്പീസ് വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ദിവസത്തെ വീഡിയോ ആണ് കാണിക്കുന്നത്. ഡേ ഇൻ മൈ ലൈഫ് എന്നോ ഷോപ്പിംഗ് എന്നോ എന്ത് വേണമെങ്കിലുമൊക്കെ പറയാം. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വീഡിയോ ആണ് കാണിക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് 2 അമ്പലമുണ്ട്. ഒന്ന് മുരുകൻ ക്ഷേത്രമുണ്ട്, ഒരു ദേവീ ക്ഷേത്രമുണ്ട്. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തിടുക്കത്തിലാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അപ്പവും കടലക്കറിയാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ അപ്പം പിന്നെ പൂരി. മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് പൂരിയും കിഴങ്ങറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. രാവിലെ നമ്മൾ കടലക്കറിയൊക്കെ വെച്ചിട്ടായിരുന്നു അമ്പലത്തിലേക്ക് പോയത്. അപ്പോൾ അപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് കഴിക്കാമെന്ന് വെച്ചു. അപ്പോഴും കുഞ്ഞാറ്റാണ് കേട്ടോ എനിക്ക് അപ്പമൊക്കെ എടുത്തിരുന്ന പറഞ്ഞ അമ്മ ഞാൻ എടുത്തുതരാമെന്നും പറഞ്ഞിട്ട് അവളാണ് എനിക്ക് വിളമ്പി തരുന്നത്. പിന്നെ ആൾക്കൊരു കാര്യമുണ്ട്, ആളെ വീഡിയോയ്ക്കകത്ത് കൊണ്ടുവരുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാലും ഞാൻ ഓടി നടന്ന് അത്യാവശ്യം കാണിക്കേണ്ട സന്ദർഭങ്ങളിലൊക്കെ ആളുടെ മുഖം ഞാൻ കാണിക്കാറുണ്ട്. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് അപ്പോൾ അപ്പോഴത്തേനും വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നതിനാണ് ഈ തുള്ളക്കം. പിന്നെ അതിനുശേഷം അണ്ണൻ വന്നു കേട്ടോ. അണ്ണൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു. ഓട്ടത്തിന് പോയിരുന്നേ. അപ്പോൾ ഓട്ടമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അണ്ണന് ഫുഡ് കൊടുത്തു. ഈ പറഞ്ഞ കണക്ക് അണ്ണനും ഫേസ് കാണിക്കുന്നത് ഇഷ്ടമല്ല. വീഡിയോയ്ക്കകത്ത് വരുന്നത് അവർക്ക് രണ്ടുപേർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ കൂടുതൽ നിർബന്ധിക്കാറില്ല. എന്നാലും അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ അവർ സഹകരിക്കുകയും ചെയ്യും കേട്ടോ. ഇനി ഇതിനകത്ത് ഒരാൾ കൂടെ ഇല്ലേ, തുമ്പിയുടെ പ്രധാന പരിപാടി രാവിലെ എണീറ്റ് വന്ന് ഉപ്പും മുളകും സീരിയൽ കാണലാണ് അയാൾക്ക് ഏറ്റവും ഇഷ്ടം. സെറ്റിക്കകത്ത് കയറി കിടന്ന് ഉപ്പും മുളകും കാണലാണ് ജോലി. അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്രോഗ്രാമാണ് ഉപ്പും മുളകും. അവൾ രാവിലെ എണീറ്റ് വന്ന് ടി വിയും വെച്ചുകൊണ്ട് ഉപ്പും മുളകുമാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് മീൻ എന്താണെന്ന് നോക്കാമേ. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന മീൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് കിട്ടിയ മീനെന്ന് വെച്ചാൽ നമ്മളിവിടെ ചാളയെന്നാണ് പറയുന്നത്, ചിലയിടത്ത് മത്തി എന്ന് പറയും. പിന്നെ നെത്തോലിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹാപ്പി മദേഴ്സ് ഡേ. ഹാപ്പി മദേഴ്സ് ഡേ. പൊന്നിക്കുട്ടി അപ്പോൾ ഈ വീഡിയോ ഒരു ഇത്തിരി ലെങ്തിയാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാരെ കേട്ടോ. മീൻ കട്ട് ചെയ്ത് വൃത്തിയാക്കാതിരിക്കുമ്പോൾ നമുക്ക് 2-3 അതിഥികളൊക്കെ വരും കേട്ടോ. ഇന്ന് ഒരാളെ കണ്ടുള്ളൂ. അപ്പോൾ മീൻ കട്ട് ചെയ്ത് അതിൻ്റെ തലയൊക്കെ അവർക്കിട്ട് കൊടുക്കും. അവർക്കും വിശപ്പൊക്കെ അടക്കണ്ടേ. അങ്ങനെ മീനിൻ്റെ തലയൊക്കെ അവർക്കിട്ട്. പക്ഷേ ഈ മീനിൻ്റെ തലയ്ക്ക് കാത്തിരിക്കുന്ന ഒരാളും കൂടെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ. അതായത് ഞങ്ങളുടെ റോക്കി, ഞങ്ങളുടെ പട്ടിക്കുട്ടി. അവനും ഈ മീനിൻ്റെ തലയ്ക്കായിട്ട് അവിടെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ അവനുള്ള ഷെയറും നമ്മൾ മാറ്റി വെക്കുവേ. അങ്ങനെ മീൻ കട്ട് ചെയ്തുകൊണ്ട് വന്ന് മീൻ വറുത്തു, പുളിശ്ശേരിയൊക്കെ കാച്ചി കേട്ടോ. നെത്തോലി മീൻകറിയാക്കി വെക്കുകയും ചെയ്തു കേട്ടോ. തക്കാളി, പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ട് മീൻകറിയാക്കി വെച്ചു. ഇനി നമുക്കൊരു ബീറ്റ്റൂട്ട് തോരനൂടെ വെക്കണം. അപ്പോൾ തോരനും കൂടെ വെച്ചിട്ട് കുറച്ച് അടുക്കള ക്ലീൻ ചെയ്യാനുണ്ട്. ക്ലീനും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അടുക്കള ജോലി കഴിഞ്ഞ്. അങ്ങനെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഏറ്റവും ഫേവററ്റ് തോരനാണ് ബീറ്റ്റൂട്ട് തോരൻ. പിന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടി, ഇതൊക്കെയാണ് ഇഷ്ടം. പിന്നെ കുറച്ച് പപ്പടം ഇരിപ്പുണ്ടായിരുന്നു. പപ്പടവും കൂടെ എടുത്ത് അങ്ങോട്ട് കാച്ചി അങ്ങോട്ട് വെച്ചു. പിന്നെ നമ്മൾ ചോറ് കഴിക്കാനായിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചക്കലത്തെ സ്പെഷ്യൽ നെത്തോലി കറിയുണ്ട്, അച്ചാറുണ്ട്, ചാള വറുത്തതുണ്ട്, ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയുണ്ട്, ബീറ്റ്റൂട്ട് തോരനുണ്ട്, പിന്നെ പപ്പടമുണ്ട്, പുളിശ്ശേരിയുണ്ട്. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഉച്ചയൂണിൻ്റെ സൺഡേ സ്പെഷ്യൽ. അപ്പോൾ കൂട്ടുകാർക്കെല്ലാം ഉച്ചയൂണ് ഇഷ്ടമായോ, ഇന്നത്തെ കുക്കിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിക്കാനായിട്ട് എടുത്തു കേട്ടോ. ആദ്യം വിചാരിച്ച് അവിടെ നിന്ന് കഴിക്കാമെന്ന്, പിന്നെ വിചാരിച്ച് വേണ്ട, സിറ്റൗട്ടിൽ പോയിരുന്നു സമാധാനത്തിൽ കഴിക്കാമെന്ന്. ഫുഡ് ആസ്വദിച്ച് കഴിക്കണമെന്നല്ലേ കൂട്ടുകാരെ പറയുന്നത്. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പ്ലാനിട്ട് നമുക്കൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാമെന്ന്. അപ്പോൾ നമ്മൾ കൊല്ലം വരെ പോകാൻ തീരുമാനിച്ചു. സ്കൂൾ തുറപ്പല്ലേ, ഇപ്പോൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടത്താമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് ബുക്സ് മേടിക്കണം, പിന്നെന്താ ഡ്രസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അപ്പം നമ്മുടെ മയിൽവാഹനത്തിലാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ മയിൽവാഹനം പറപ്പിക്കുന്നത് നമ്മുടെ അണ്ണൻ തന്നെയാണ്. നമ്മൾ പോകുന്നത് കൊല്ലത്തുള്ള ബെഡാ ബസാറിലാണ് കേട്ടോ. അവിടുത്തെ ഓഫറിനെ കുറിച്ചൊക്കെ നല്ല
ഒത്തിരി വീഡിയോസുകളും ഒത്തിരി പരസ്യങ്ങളും ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നാൽ നമുക്ക് അവിടെ തന്നെ പോകാം, കൊല്ലത്തുള്ള ബെഡാ ബസാറിൽ തന്നെ പോകാമെന്ന് പറഞ്ഞ് അങ്ങോട്ടാണ് ഈ വെച്ച് പിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചോദിക്കുന്നത് അവിടെയൊക്കെ വല്ലതും കാണുവോടെ എന്നൊക്കെ എൻ്റെ അടുത്ത് കളിയാക്കി ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ദാണ്ടെ ബെഡാ ബസാറിലെത്തി. ഇനി നമുക്ക് അകത്തുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ കൂട്ടുകാരെ. പറഞ്ഞതൊക്കെ ഉള്ളയാണോ, ഇവരുടെ പരസ്യങ്ങളൊക്കെ സത്യമാണോ ഉള്ളയാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. എല്ലാവരും വന്നോളൂ. അപ്പം നമ്മൾ ആദ്യം പോയത് ബുക്സ് മേടിക്കാനായിട്ടാണ്. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാലും പോലെ അങ്ങോട്ട് കയറാൻ മേത്ത തിരക്ക്, ഇടിച്ചിടുമോ എന്നുള്ള പേടിയായിരുന്നു. അല്ല തെള്ളി അങ്ങനെ ബുക്സ് നമ്മൾ 5 ബുക്സ് മേടിക്കുമ്പോൾ 5 ബുക്ക് ഫ്രീ. അപ്പോൾ നമ്മൾ 10 ബുക്സ് മേടിച്ചാൽ 10 ബുക്സ് ഫ്രീ, അതിൻ്റെ കൂടെ 10 പെന്നും ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഓഫർ. അങ്ങനെ ബുക്സ്, പെന്ന്, ക്രയോൺസ്, പിന്നെന്താ സ്കെച്ച് പലതരത്തിലുള്ള പെന്നുകൾ, എല്ലാം ഒരു കുടക്കീഴിൽ നിന്ന് പറയുന്നത് പോലെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ബുക്ക് പർച്ചേസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പെന്ന് പർച്ചേസ് ചെയ്തു. പെന്ന്, പെൻസില്, പൗച്ച്, ബോക്സ്, പിന്നെ 2 ബാഗ് വാങ്ങിച്ചു കേട്ടോ. അവരുടെ ബാഗ് കഴിഞ്ഞ വർഷത്തെ ബാഗ് രണ്ടും ചീത്തയായിരുന്നു. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ മാറി തിരിഞ്ഞോ കൊണ്ടുപോകാൻ, എന്നാലും 2 ബാഗ് മേടിച്ചു. അപ്പോൾ സ്കൂൾ ഐറ്റംസ് ഒക്കെ മേടിക്കാൻ വരുന്ന കൂട്ടുകാർ നിരാശയായി പോകേണ്ട കാര്യമൊന്നുമില്ല. ഇഷ്ടം പോലെ സെലക്ഷൻസ് ഉണ്ട്, ഇഷ്ടം പോലെ. അപ്പോൾ എല്ലാവർക്കും കൈ നിറയെ സാധനങ്ങളുമായിട്ട് നല്ല മിതമായ വിലയിൽ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഈ കാണുന്ന ലേഡീസ് ചപ്പലാണ് കേട്ടോ. കുഞ്ഞുങ്ങളുടെ ചപ്പലുണ്ട്, ലേഡീസ് ചപ്പലുണ്ട്, ഫാൻസി ഐറ്റംസ് ഉണ്ട്, ബോട്ടിലുകൾ, എല്ലാം സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഉണ്ട്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ സാധനം മേടിക്കാൻ പോകുമ്പോഴേ ഓരോ സാധനവും നമ്മൾ ഓരോ ഷോപ്പിൽ പോയി മേടിക്കണ്ടേ. ഇതാകുമ്പോൾ ഓരോ ഷോപ്പ് തോറും നടക്കണ്ട, എല്ലാം ഒരു ഷോപ്പിൽ നിന്ന് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം പിന്നെ 2 ഷൂ മേടിച്ചു കേട്ടോ. ഇവർക്ക് 2 ഷൂ വേണമെന്ന്, ഇവരെ ഷൂ അങ്ങ് ചീത്തയായിപ്പോയി. അങ്ങനെ ഇവർക്ക് 2 ഷൂ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഷൂ ആണ് കേട്ടോ. അധികം വിലയൊന്നും ആയില്ല, ഒരു 500 സംതിങ് റേറ്റൊക്കെ ആയുള്ളൂ. സാധാരണ ഷൂവിനൊക്കെ 800-900 റേറ്റൊക്കെയാണ് വരുന്നത്. അപ്പോൾ തുമ്പി എടുത്ത ഷൂ അതായിരുന്നു. തുമ്പിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഷൂവ്. അങ്ങനെ തുമ്പിയുടെ ഷൂവിന് അധികം വിലയൊന്നും ആയില്ല. 2 പേരുടെ ഷൂവിന് ഓണത്തിൻ്റെ ഇടയിൽ പുട്ട് കച്ചവടം എന്ന് പറഞ്ഞാണ് എൻ്റെ രീതി. ഞാൻ എന്തായാലും വന്നേല്ലേ, ഓടി കിടന്ന് എല്ലാ വീഡിയോ അങ്ങ് എടുക്കാമെന്ന്. അങ്ങനെ എന്നാലും എനിക്ക് ആ കട മുഴുവൻ അങ്ങോട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് സാധനങ്ങളുണ്ട്. അത്രയ്ക്ക് സാധനങ്ങളെന്ന് പറഞ്ഞാലും പോലെ അത്രയ്ക്ക് തിരക്കാണ് അവിടെ. ആ തിരക്ക് കാരണം നമുക്കൊന്ന് സ്വാതന്ത്ര്യമായിട്ടൊന്ന് നിൽക്കാനോ എടുക്കാനോ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. ആ ചെരുപ്പിൻ്റെ സെക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇച്ചിരി ഫ്രീ ആയിട്ടിരുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല സുഖമായിട്ട് ഫ്രീ ആയിട്ട് ഇന്ന് ആ ചെരുപ്പൊക്കെ നോക്കി എടുക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ എല്ലാം ബാസ്ക്കറ്റിനകത്താക്കി ബില്ലടിക്കാനായിട്ട് കൊണ്ടുപോവാണ്. അപ്പോഴിതെല്ലാം അങ്ങോട്ട് മേടിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എൻ്റെ കണ്ണിൽ ഒരു കുഞ്ഞ് സാധനം കണ്ണിൽപ്പെട്ടു. എന്താണെന്ന് അറിയണ്ടേ, ഒരു കുഞ്ഞിക്കൊട, ഒരു നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞിക്കൊട. അപ്പോൾ അത് നല്ല ഭംഗിയുണ്ട്, അധികം റേറ്റൊന്നും ഇല്ല കേട്ടോ. അധികം വലിയ തീ പിടിച്ച വില അങ്ങനെയൊന്നുമില്ല, ഒരു അധികം മെച്ചപ്പെട്ട വിലയൊക്കെ, നമുക്ക് താങ്ങാൻ പറ്റുന്ന വിലയൊക്കെ. അപ്പോൾ ആ കുട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ കുട ഞാൻ മേടിച്ചു കേട്ടോ. ഈ കുട കൊടുക്കുന്ന ആളെ ഞാൻ കാണിച്ചു തരാവേ, ഇപ്പോഴെങ്ങും കാണിക്കത്തില്ല, വെയിറ്റ് ആൻഡ് സീ. ഈ വീഡിയോയിലെങ്ങുമില്ല, അത് നിങ്ങൾ നോക്കണ്ട. അങ്ങനെ നമ്മൾ വലിയൊരു ബില്ലുമായിട്ട് നമ്മൾ പുറപ്പെടുകയാണ്. കുഴഞ്ഞു, ഞാൻ ക്ഷീണിച്ചു. അങ്ങനെ ദാണ്ടെ ലോഡും ലഗേജും എല്ലാം എടുത്ത് വണ്ടിക്കകത്തോട്ട് നമ്മുടെ മയിൽ വാഹനത്തിൽ കയറി നമ്മൾ യാത്രയായി. അങ്ങനെ വഴി കയറി ഒരു കടയിൽ നിന്ന് നമ്മൾ കൊല്ലം വരെ വരുമ്പോൾ നമ്മളൊന്നും കഴിക്കാതെ പോകുന്നത് എങ്ങനെ. നമ്മളെപ്പോൾ ടൗണിൽ വന്നാലും കയറുന്ന ഒരു കടയുണ്ട് കേട്ടോ, കൊല്ലത്ത് ചിന്നക്കടയിൽ. അപ്പോൾ അവിടെ നല്ല അടിപൊളി ഷാർജ ഷേക്ക് കിട്ടും. സൂപ്പറാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനാണ് എപ്പോൾ വന്നാലും കയറുന്ന കട അതാണ്. ഒരെണ്ണത്തിന് 50 രൂപ 60 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്. അതൊക്കെ കുടിച്ച് മക്കൾക്കും കുറച്ച് ഫുഡൊക്കെ മേടിച്ച് കൊടുത്ത് അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്ന് ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഓടി വന്നപ്പോൾ അതാ എൻ്റെ കണ്ണിപ്പെട്ടു സ്നാക്സ്. ഡയറക്റ്റ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ, നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ഡയറക്റ്റ് ഉണ്ടാക്കി അവർ വെക്കുന്നതാണ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചു, അതും കെട്ടിപ്പറക്കി എടുത്തുകൊണ്ട് പിന്നെയും നമ്മൾ വണ്ടിക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. വീണ്ടും വണ്ടി ചവിട്ടി താണ്ട ഒരു ടെക്സ്റ്റൈൽസിലോട്ട് തള്ളി അങ്ങ് കയറി. അടിപൊളിയാണ് കേട്ടോ. നല്ല 299, 199, 399, 499 എല്ലാം 99ൻ്റെ കളിയേ ഉള്ളൂ കേട്ടോ. അവർക്ക് 99നെ വിട്ടൊരു കളിയില്ല. അങ്ങനെ എല്ലാം 99ൻ്റെ ഓരോ കോഡ് വെച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്.
അങ്ങനെ അവിടെ നിന്ന് മക്കൾക്ക് കുറച്ച് ഡ്രസ്സും എടുത്ത് ഞങ്ങൾ വീട്ടിൽ കെട്ടി പറക്കി വന്ന് കൂട്ടുകാരെ എല്ലാം വാരി കെട്ടി പറക്കി ഇതാ ഇവിടെ കൊണ്ടിട്ട്. പിന്നെ ഞാൻ ബില്ലൊക്കെ എടുത്ത് ഓരോന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം കൃത്യമാണ് കേട്ടോ. എല്ലാം സൂപ്പർ ഐറ്റംസാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ, സി യു, വീണ്ടും കാണാം, ബൈ.